മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനും ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വെടിനിർത്തൽ. എന്നാൽ ഇസ്രായേലും അമേരിക്കയും പ്രകോപനമുണ്ടാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോയതോടെ വെടിനിർത്തലും അതുമായി ബന്ധപ്പെട്ട ബന്ദിമോചനവുമെല്ലാം വഴിതെറ്റി. ഇസ്രായേൽ കരാർ ലംഘിക്കുന്നത് ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുകയും ഗാസയിലെ മനുഷ്യരുടെ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയും ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയ്ക്കുള്ളിൽ 12,000 മെഡിക്കൽ സഹായ വാഹനങ്ങൾ അനുവദിക്കണം. എന്നാൽ ഇതുവരെ 8,500 എണ്ണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. പ്രതിദിനം 50 പെട്രോൾ ഡീസൽ ടാങ്കറുകൾ അനുവദിക്കേണ്ടിടത്ത് 15 എണ്ണം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. 6 ലക്ഷം താൽക്കാലിക വീടുകളാണ് നിർമ്മിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതുവരെ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. കുടിലുകൾക്ക് 2 ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത്. എന്നാൽ 20,000 എണ്ണം മാത്രമേ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളൂ. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഇസ്രായേൽ മറ്റ് ചില നിബന്ധനകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം 2ാം ഘട്ട വെടിനിർത്തൽ കൊണ്ടുവരണമെങ്കിൽ ഹമാസ് നേതാക്കൾ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ്. അൽ ഖസാം ബ്രിഗേഡുകൾ പിരിച്ചുവിടണമെന്നും ഇസ്രായേലിന്റെ ബാക്കി 76 ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജയിലുകളിൽ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന 10,000-കണക്കിന് പലസ്തീനികളെക്കുറിച്ചോ അകത്ത് കടത്തുന്നത് തടഞ്ഞുവച്ചിരിക്കുന്നതിനെക്കുറിച്ചോ അദ്ദേഹം ഒന്നും പരാമർശിച്ചില്ല. കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന്റെ സ്നൈപ്പർമാർ 10 പലസ്തീനികളെ കൊന്നതായി ഹമാസ് ആരോപിക്കുന്നു. ഈ പ്രശ്നം കാരണം ഹമാസ് തങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കൽ വൈകിപ്പിക്കുമെന്നാണ് ആശങ്ക. ഇതിനിടയിലെല്ലാം ഇസ്രായേൽ ജനതയായിരിക്കും ഇതിന്റെ ആഘാതം മുഴുവനും അനുഭവിക്കുക. തങ്ങളുടെ ബന്ധുക്കളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലികൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഗാസയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രസ്താവനകളെല്ലാം വിവാദങ്ങളിൽ മുങ്ങിയിരിക്കുന്നു. ട്രംപിന്റെ നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാസയിലെ ജനങ്ങളെ ഗാസയ്ക്ക് സമീപം എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുമെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഇനി അഥവാ അമേരിക്ക ഗാസ വാങ്ങിയാൽ ഗാസയിലെ പൗരന്മാരെ അമേരിക്കക്കാരായി അംഗീകരിക്കുമോ, അവരെ അമേരിക്കയിൽ തന്നെ തുടരാൻ അനുവദിക്കുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമേരിക്കയും ഗാസയും തമ്മിലുള്ള ദൂരം വളരെ കൂടുതലായതിനാൽ ഗാസയ്ക്ക് സമീപം എവിടെയെങ്കിലും ജനങ്ങളെ താമസിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മറുപടി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പ്രേരണയായത് എന്താണെന്ന് വ്യക്തമല്ല. പക്ഷേ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗാസയെക്കുറിച്ചുള്ള ട്രംപിന്റെ അഭിപ്രായങ്ങൾ ദുരൂഹത നിറഞ്ഞതാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ഭാവിക്ക് ഗുണകരമല്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതായത് സ്ഥിതി അതിസങ്കീർണവും സെൻസിറ്റീവുമായി തുടരുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഗാസ ഒഴിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി ശക്തമായ നീക്കങ്ങളാണ് അറബ് രാജ്യങ്ങൾ നടത്തുന്നത്. ഈജിപ്ത് ഈ മാസം 27-ന് ഗാസ ഉച്ചകോടി നടത്തും. അറബ് രാജ്യങ്ങളുമായി സഹകരിച്ചാണ് നീക്കം. ഉച്ചകോടിയുടെ ആതിഥേയത്വമാണ് ഈജിപ്ത് വഹിക്കുകയെന്നും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അറബ് ഉച്ചകോടി വേണമെന്ന ആവശ്യം ഹമാസും ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1967 മുമ്പുള്ള അതിർത്തിയിൽ പലസ്തീൻ നിലവിൽ വരാതെ ബന്ധുത്വത്തിന് ഞങ്ങളില്ലെന്ന് സൗദി വ്യക്തമാക്കിയിരുന്നു. അതിനിടെ UAEയുടെ മറുപടിയും വന്നുകഴിഞ്ഞു. ഗാസ വിഷയത്തിൽ US സ്വീകരിക്കുന്ന സമീപനം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയതാണെന്നാണ് UAE പറയുന്നത്. പ്രസിഡന്റ് ട്രംപുമായി ചേർന്ന് പ്രശ്നപരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും US-ലെ UAE അംബാസിഡർ പറഞ്ഞു. US-ലെ UAE അംബാസിഡർ യൂസഫ് അൽ ഉതൈബ ഗസയിലെ US സമീപനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം വൈറ്റ് ഹൗസിൽ ആര് അധികാരത്തിൽ വരുന്നുവെന്നത് ആശ്രയിച്ചല്ല UAEയുടെ നയതന്ത്ര സമീപനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിൽ നിലവിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പ്രയാസമേറിയതാണ്. പ്രശ്നത്തിന് അന്തിമ പരിഹാരമുണ്ടാകണം. എവിടെയാണ് ഇത് അവസാനിക്കുകയെന്ന് വ്യക്തമായ ധാരണയില്ല. ചിലപ്പോൾ സുഹൃത്തുക്കൾ കാര്യങ്ങൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. ചില നിലപാടുകൾ നമ്മൾ അംഗീകരിക്കും, ചിലപ്പോൾ വിയോജിക്കേണ്ട സാഹചര്യമുണ്ടാകും.